പള്ളിയിലേക്ക് വരുന്ന അരുൺ തോമസും ശ്രുതിയും. മനസ്സിൽ വിഷമം വരുമ്പോൾ താൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നും അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടുമെന്നും പറയുന്ന അരുൺ തോമസ്. ശ്രുതിയോട് ഓഫീസിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്ന അരുൺ തോമസ്. നാളെ തന്നെ താൻ ഓഫീസിൽ വന്നോളാമെന്നും പക്ഷേ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് സബിതയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ താൻ ഈ നാട് വിടുമെന്നും പറയുന്ന ശ്രുതി. ശ്രുതിയുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന ചിത്രഭാനുവും ജലജയും. അവൾ സുദീപിന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ താല്പര്യമില്ലാതെ ജലജ. അതിനെ ശക്തിയായി എതിർക്കുന്ന ചിത്രഭാനു. ഇതെല്ലാം കേട്ട് നിർവികാരതയോടെ നിൽക്കുന്ന ജയസുധ. കല്യാണ ചിലവിനെ പറ്റി തർക്കിക്കുന്ന ജലജ. ഇനി തുടർന്ന് കാണുക. ഇത്തിരി ആഡംബരം കുറയ്ക്കുന്നത് നല്ലതല്ലേ ജലജെ? ആരോട് മത്സരിക്കാനാ? അവനവന്റെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാ പോരെ. അവര് നമ്മളോട് ഒരു ഡിമാൻഡും ചോദിച്ചില്ലല്ലോ. മാത്രമല്ല, ഈ കല്യാണത്തിന്റെ പേരിൽ അനാവശ്യ കടങ്ങൾ വരുത്തി വെക്കരുതെന്നാ രവിയും സബിതയും പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു ധർമ്മ കല്യാണം നടത്ത്. ഒന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ പെണ്ണിനെ പിടിച്ച് കൊടുത്താൽ മതി, കാര്യവും തീരും. അവസാനം ഇതൊക്കെ നടക്കുള്ളൂന്ന് എനിക്കറിയാം. ധർമ്മ കല്യാണോ പിച്ച കല്യാണോ നടത്തണമെന്ന് ഞാൻ പറഞ്ഞോ? നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കല്യാണം. നമ്മുടെ മോൾക്ക് ഒന്നും കൊടുക്കാതെ പടിയിറക്കണമെന്ന് ഞാൻ പറയോ? അവൾ ആഡംബരത്തോടെ ഇറങ്ങിപ്പോകുന്നത് കാണാനാ എനിക്കും ഇഷ്ടം. മത്സരം വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ കുടുംബങ്ങളാ കൊള്ള പലിശക്കാരന്റെയും വട്ടിപ്പലിശക്കാരന്റെ മുമ്പിൽ കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നത്. ഇതുപോലെ ആഡംബരം കാണിച്ചിട്ടാ. നാട്ടുകാരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ മോളുടെ കാര്യം നോക്കിയാൽ മതി. ഞാൻ ആരോടൊക്കെ കൈ നീട്ടണോ എന്റെ ഭഗവതി? കല്യാണത്തിനാണെങ്കിൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇങ്ങേർക്കാണെങ്കിൽ ഒരു ചൂടുമില്ല. നിന്റെ വെപ്രാളം കണ്ട എന്താ സുനാമി വരാൻ പോണെന്ന് തോന്നൂലോ? സുനാമി വരും. ഒരാഴ്ച കൂടി അങ്ങോട്ട് കഴിയട്ടെ. അവളെ ഇവിടുന്ന് ഇറക്കി വിടണ്ടേ? നിങ്ങളുടെ കയ്യിൽ എന്ത് ചക്കച്ചോളയാ ഉള്ളത്? ഇനിയും വേണം 8-10 ലക്ഷം രൂപ. എവിടുന്ന് ഉണ്ടാക്കും? ആന മുക്കുന്നത് കണ്ട അണ്ണാ മുക്കിയ ഇങ്ങനെ ഇരിക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ? ഞാൻ നിലവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുന്നുണ്ടോ? നിങ്ങള് മനുഷ്യന് ചെവിതല കേൾക്കണം. എന്തൊരു കഷ്ടമായത്. ആരെങ്കിലും ഒരാളൊന്ന് വിട്ടുകൊടുക്ക് പ്ലീസ്. അമ്മയൊന്ന് നിന്നേ. അടുത്തയാഴ്ച ഏട്ടൻ വരുന്നുണ്ടെന്ന് ഇപ്പൊ വാട്സപ്പ് ചെയ്തിരുന്നു. എന്ന് വരുന്നു? 2-3 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന്. അപ്പൊ സുനാമിയാ വരുന്നത്. അങ്ങ് ബോംബെ എന്നാണെന്നേ ഉള്ളൂ. ഇത് തന്നെയാ കുഴപ്പം. നേർക്ക് നേരെ വന്ന അച്ഛനും മോനും കീരിയും പാമ്പുവാ. പിന്നെ അവനെ കൊണ്ട് എന്താടി ഒരു ഗുണം? ഞാനിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. 1 രൂപയുടെ ഗുണമുണ്ടോ അവനെ കൊണ്ട്? അവന്റെ പെങ്ങളുടെ കല്യാണമല്ലേ, എന്നിട്ട് അവന് വല്ല ചൂടുണ്ടോ? വരട്ടെ ഇങ്ങോട്ട്. നിങ്ങൾ നോക്കിക്കോ, അവൻ വന്ന് ഈ കല്യാണം ആർഭാടമായിട്ട് നടത്തും. നിങ്ങൾ കയ്യും കെട്ടി അങ്ങ് നോക്കി നിന്നേച്ചാ മതി. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ചില്ലറ കാശല്ല അവന് വേണ്ടി പൊടിച്ചത്. അവസാനം കൊള്ളപ്പലിശയ്ക്ക് ലോൺ എടുത്താ പഠിപ്പിക്കാൻ നോക്കിയത്. എന്നിട്ട് എന്തായി? അവൻ പോയില്ലേ? നാടും കൂടും ഒക്കെ വിട്ടു പോയില്ലേ? എന്തോ സാധിക്കാനാ? വരൂ, ഇനി തെണ്ടിത്തിരിഞ്ഞ് വരും. കല്യാണം ഉണ്ണാൻ, സദ്യ ഉണ്ണാൻ. ഈ പഠിക്കാത്ത ഞാൻ കയറ്റല്ലോ അവനെ. അതിന് നിങ്ങളും ഒരു കാരണക്കാരനല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. പിന്നെ ഈ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? എന്ത് വഴിയാ നീ കണ്ടേക്കുന്നേ? ആ കച്ചേരിമുക്കിലെ 12 സെന്റ് സ്ഥലമില്ലേ, നമുക്കതങ്ങ് കൊടുക്കാം. ഒരു ഉപയോഗമില്ലാതെ കിടക്കല്ലേ? അത് വിറ്റ നല്ല വില കിട്ടും. കല്യാണവും നടക്കും, ബാക്കി കടവും വീടും. എന്തെങ്കിലും മിച്ചമുള്ളത് ബാങ്കിലിട്ട വയസ്സാം കാലത്ത് കഞ്ഞി കുടിച്ച് കിടക്കാം. കണ്ടോ? കണ്ടില്ലേ? അത് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ മോളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് പറ. ഞാനൊന്നും വിൽക്കാനും പറഞ്ഞിട്ടില്ല, വാങ്ങാനും പറഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്തോ.
എന്തിനാ അമ്മ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? മുത്തശ്ശനും മുത്തശ്ശി ഉറങ്ങുന്ന മണ്ണല്ലേ അത്? അത് കൊടുക്കാൻ അച്ഛന് മനസ്സ് വരുമോ? ആകെ അച്ഛൻ അതല്ലേ ഉള്ളൂ അവരുടെ ഓർമ്മയ്ക്കായിട്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? വേറെ ഒരു വഴിയും മുന്നിലില്ല. സഹായിക്കാനാണെങ്കിൽ നിനക്കറിയാലോ ആരാ ഉള്ളത്. ഇനിയിപ്പൊ കടം വാങ്ങാനാണെങ്കിൽ അച്ഛനെ കരുതി ആരെങ്കിലുമൊക്കെ തരുമായിരിക്കും. പക്ഷെ അതെങ്ങനെ തിരിച്ചു കൊടുക്കും? നമ്മൾ എല്ലാ വശങ്ങളും ചിന്തിക്കണ്ടേ? എനിക്ക് തോന്നുന്ന ഏട്ടൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കരുതുവെന്നാ. ഒരു കല്യാണത്തിന് വരുന്നതല്ലേ. അവനെന്ത് കൊണ്ടുവരാനാ? എനിക്കതിലൊട്ടും വിശ്വാസമില്ല. ഇത്രയും കാലമല്ലേ അവൻ പോയിട്ട്. അച്ഛൻ പറയുന്നത് ശരിയാ. ഒരു സഹായം നാളിതുവരെ എവിടെ? അത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ മോള് നോക്കിയിരിക്കാൻ വേണ്ട. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛന്റെ ആകെയുള്ള മണ്ണ് വിട്ടിട്ടേ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യവും ചെയ്യണ്ട. അതില്ലാണ്ടേ ഉള്ളതൊക്കെ കൊണ്ട് ഈ കല്യാണം അങ്ങ് നടത്തിയാൽ മതി. അതിന്റെ കുറവൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം. എന്നാലും അച്ഛന്റെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ആരെ അന്വേഷിച്ചാ വന്നത്? നിങ്ങളാരാ? ഞാൻ സദാശിവൻ പിള്ള. നിങ്ങളുടെ മകനാണോ സുദീപ്? അതെ, എന്റെ രണ്ടാമത്തെ മകനാ. അവൻ എവിടാ ജോലി? ബാംഗ്ലൂരിലെ വലിയ കമ്പനിയിലെങ്ങാണ്ടാന്നാ പറയുന്നത്. എന്താ സാറേ പ്രശ്നം? അവനിവിടെ ഉണ്ടോ? ഉണ്ട്. എന്നാ ഒന്ന് വിളിച്ചേ. ഓ, സാറ് കയറി ഇരുന്നേ. ഇങ്ങോട്ടിരുന്നേ. സാറുമാർക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയാണോ കാഫിയാണോ അല്ലെങ്കിൽ ജ്യൂസ് വല്ലതുമാണോ? എന്നാ പിന്നെ സാറ് ഒരു പായും തലനും കൂടി വിരിക്കേ. ഞങ്ങള് സുഖവാസനൊന്നൊന്നുമല്ല. സാറ് മോനെ വിളിക്കുക. ഞാനിപ്പോ വിളിക്കാം. സൗദേ, സൗദേ, സൗദേ. സുദീപ്, സുദീപ്, താഴെ പോലീസ് വന്നിട്ടുണ്ടല്ലോ. പോലീസോ? എന്താ പ്രശ്നം? പൊടിമോനെ, പൊടിമോനെ, പുറത്ത് പോലീസ് വന്നിരിക്കുന്നു. എന്താ മോനെ പ്രശ്നം? അറിയില്ല, അമ്മ ഇങ്ങോട്ട് ചെല്ല്. ഇവിടെ ഇപ്പൊ ആരൊക്കെ താമസിക്കുന്നേ? ഞാനും എൻ്റെ 2 മക്കളും പിന്നെ മൂത്തയാളിൻ്റെ ഭാര്യ. മൂത്തയാളിൻ്റെ ഭാര്യയുടെ അമ്മയാണ് ഇപ്പൊ കണ്ടത്. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 6-7 കൊല്ലമായി. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 12 വർഷമായി. ഈ മൂത്തയാളെന്ന് പറഞ്ഞ മുടിയൊക്കെ നീരുവളർത്തിയ ആളല്ലേ? എന്തോ ഒരു ബുക്ക് പ്രസിദ്ധീകരണമൊക്കെ ഉള്ള? അത് തന്നെ, രവിചന്ദ്രൻ. ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയാ. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ ജോലിയുണ്ടല്ലോ? കോളേജിൽ പ്രൊഫസറാ. പേര് സബിത. സർ, സർ, സദാശിവൻ പിള്ള എന്ന് പറയുന്ന ആളുടെ വീട്ടിലിരിക്കുന്നേ. ആളിവിടെ ഉണ്ട്. ഇല്ല, അരമണിക്കൂറിൽ എത്തിക്കാം സാർ. ശരി സാർ, ഓക്കെ. ഈ സുദീപ് എങ്ങനെയാ ആള്? മക്കളെ ഒരു പരിധി വരെയല്ലേ അച്ഛനമ്മമാർക്ക് പൊത്തിപ്പൊത്തി വളർത്താനൊക്കൂ. മക്കൾ അച്ഛനോളമായാ പിന്നെ അവരെന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ തിരക്കാൻ പറ്റുമോ? പഴമക്കാർ പറയാറില്ലേ, അടയ്ക്ക ആണെങ്കിൽ മടി വയ്ക്കാം. പക്ഷേ അടയ്ക്ക മരമായാലും അവൻ ആള് പഠിക്കാനൊക്കെ അതിമിടുക്കനായിരുന്നു. അങ്ങനെയാ ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോയത്. മെറിറ്റിലാ പഠിച്ചത്. അവിടെ എങ്ങനെയായിരുന്നു ആർക്കറിയാം. പക്ഷേ ആളുമിടുക്കനാ. എന്താ സാറേ പ്രശ്നം? ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് സാറ് പറഞ്ഞില്ല. പ്രശ്നമുണ്ടല്ലോ, അത് നിങ്ങളുടെ മകനോട് പറഞ്ഞോളാം.
നീ ശ്രുതിയാ, ഇഷ അരവിന്ദല്ല. താഴോട്ട് വരണ്ട. മോനെ പിള്ളച്ചേട്ടനോട് എന്തൊക്കെയോ ചോദിക്കുക. അമ്മ അകത്തേക്കല്ലേ, ഞാൻ നോക്കിയിട്ട് വരാം. ഇത്രയും പേരേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ലേ? പിന്നെ ഒരു കൊച്ചു കുട്ടിയോട്. അതാരാ? ഇവിടുത്തെ ജോലിക്കാരിയാണ്. അല്ല, എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മോള, ഗർഭിണിയാണ്. ഭർത്താവ് ഗൾഫിലാ, ഷിപ്പിലാ ജോലി. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ. പേര് ശ്രുതി. സർ, ഞാനാ സുദീപ്. ഓ, സാറാണല്ലേ സുദീപ്. ഇരിക്കണം സർ. ജപ്പാനിലൊക്കെ ഒന്ന് പോയിരുന്നല്ലേ? അവിടെ എന്തായിരുന്നു പരിപാടി? ഒരു ഒഫീഷ്യൽ പ്രോജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ എന്തായിരുന്നു പരിപാടി? ഞാനൊരു കമ്പനിയിലെ പ്രോജക്റ്റ് ഹെഡാ. എന്ത് കമ്പനി? സോഫ്റ്റ്വെയർ. എത്ര വർഷമായിട്ട് അവിടെ ഉണ്ട്? 4 വർഷം ഏകദേശം. അപ്പോ ഇനി തിരിച്ചു പോകുന്നില്ല? പോണം. എൻ്റെ മാരേജ് തീരുമാനിച്ചു. ഇനിയിപ്പോ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. എന്നാ കല്യാണം? അടുത്ത മാസം ലാസ്റ്റ്. ബാംഗ്ലൂരിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടല്ലോ അല്ലേ? ടെക്കികൾ പൊതുവെ അങ്ങനെയാണല്ലോ. ഒരുപാടുണ്ട് സാർ ഫ്രണ്ട്സൊക്കെ. ബാംഗ്ലൂർ മടിവാള പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുള്ള കാര്യം അറിയാവോ? കേസ് അറിയില്ല സർ. അറിയില്ല. അപ്പോ അങ്ങനെ ഒരു കേസിനെ കുറിച്ച് അറിയില്ല. എനിക്കറിയില്ല സർ. ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരൊക്കെയാ? കുറെ പേരുണ്ട് സർ. ആരൊക്കെയാണെന്നൊന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. സിറിൽ, ഏഞ്ചൽ, ജമുന, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സാർ. ഇഷ അരവിന്ദ് എന്നൊരു ഫ്രണ്ടിനെ അറിയില്ല? അറിയാം. ഇഷ ഇപ്പൊ എവിടെയാണെന്ന് അറിയാലോ അല്ലേ? ഇല്ല, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ എവിടാന്നറിയില്ല. ഇല്ല. ഞാൻ ജപ്പാനിൽ പോകുന്നതിന് മുമ്പ് കണ്ടതാ. ഓക്കെ. വേറെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഓർത്തേ. ഒരു മഹേന്ദ്രൻ, പിന്നെ ബാലാജി, രാകേഷ്, അങ്ങനെ കുറച്ച്. ഒരു ബാലുവിനറിയില്ലേ? ബാലുവിനെ എനിക്കറിയില്ല. അല്ല, എനിക്കറിയാം, മറന്നുപോയി. എൻ്റെ സുഹൃത്തായിരുന്നു. ഒരു ആക്സിഡന്റ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡാ. അതപ്പോ ഓർമ്മയുണ്ട്. അപ്പോ സാറ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സർ, എന്താ സാർ പ്രശ്നം? പ്രശ്നം എന്താന്ന് പറയൂ സർ. എന്താ പ്രശ്നം എന്ന് നിനക്ക് മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ കർണാടക പോലീസ് പറയും. സാർ എന്താ സാർ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. സാർ, ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാം എൻ്റെ വണ്ടിയിൽ. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ സാറേ. അതിനല്ലല്ലോ രാവിലെ യൂണിഫോം ഇട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്താൽ പോരായിരുന്നോ? സാറ് വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ, എന്നിട്ട് വണ്ടിയിലോട്ട് കയറ്. അതെ, നല്ല ഉടുപ്പൊക്കെ ഇട്ടോണേ, ടിവിയിൽ പടം വരാനുള്ളതാ. വേഗം ചെല്ല്. മോനെ, പൊടിമോനെ, എന്താ മോനെ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാൻ പോയിട്ട് വരാം. ഞാൻ രവിയെ വിളിച്ചു പറയട്ടെ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്റെ ഈശ്വര, ദൈവമേ. എന്താ? ഈശ, കർണാടക പോലീസാ വന്നിരിക്കുന്നത്. ബാലുവിന്റെ കാര്യം എന്തോ ഇഷ്യൂ ആയിട്ടുണ്ട്. തന്നെ അവരെ അന്വേഷിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങണ്ട, ഓഫീസിലേക്ക് പോലും. തറവാട്ടിൽ ആദ്യമായിട്ടാ പോലീസ് വരുന്നത്.
പക്ഷേ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയല്ല വളർത്തിയത്. അവരൊക്കെ വളർന്നു വളർന്നു വലിയ ആൾക്കാരായി. ഈ കിളവനോട് എന്തോ കാര്യം പറയാനാ? കാലം ചെല്ലുന്തോറും വീട്ടിലധികപ്പറ്റാണല്ലോ പ്രായം ചെന്നവൻ, അല്ലേ സാറേ? അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് മക്കളാ. മക്കള് പിഴച്ച വഴി തിരഞ്ഞെടുക്കുന്നത് അച്ഛന്റെ അമ്മയുടെ അനുവാദം വാങ്ങിയല്ലോ. എന്റെ മോൻ പിഴച്ചു. ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയുമ്പോ കൂടുതൽ പ്രശ്നമാവില്ലേ? പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന് പറഞ്ഞത്. ശ്രുതി എന്ന പേരിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് ആൾമാറാട്ട കേസാവും. മിസ്സിംഗ് കേസ് കർണാടക പോലീസ് കിടപ്പുണ്ട്. ഇപ്പൊ ഒന്ന് രവിയേട്ടനോട് സബിതയോടും പറയണ്ട. അപ്പൊ പിന്നെ സുദീപ് എന്താ പറയാൻ പോകുന്നത്? തന്നെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയൂ. സുദീപ്, നീ മോനെ 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 ഞാൻ പറയുന്നു എന്താ? കേക്ക് മോനെ. ഞാൻ രവിയെ വിളിച്ചൊന്ന് പറയട്ടെ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം. സഭയോടെ വേണ്ട. മോനെ പോവാം. എന്റെ മോനെ വലിയ മിടുക്കനാ. സാറ് കൊണ്ടുപോക്കൂ. വാടോ. എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഞാൻ പോയിട്ട് വരാം. ഭവിഷ്യത്തുകൾ വെറുതെ വന്ന് ചേരുന്നതല്ല, വിളിച്ചു വരുത്തുന്നത്. ഇതൊരു തുടക്കമാ. എന്റെ പൊടിമോൻ മിടുക്കനാ, മിടുമിടുക്കൻ. അവന്റെ ഒരു കല്യാണം. ഓ, ബാംഗ്ലൂരിലാ പോയി പഠിച്ചത് പോലും. പെണ്ണ് കെട്ടാൻ നടക്കുന്നു. മിടുമിടുക്കൻ. ഹലോ. എന്തുട്ടാടോ ഇത്? ഗുഡ് മോർണിംഗ് സർ. തന്നെ എത്ര നേരിട്ട് വിളിക്കേ? അതിനകത്ത് എത്ര മിസ് കോൾ ഉണ്ടെന്ന് നോക്കിയേ. ഇറങ്ങിയില്ലേ തന്നെ ഇതുവരെ? 1-2 സൈറ്റിൽ പോണെന്ന് പറഞ്ഞല്ലേ നമ്മള്? സാർ, ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. പിന്നെ എന്തുട്ടാടോ പറ്റിയേ? ആരെങ്കിലും പോണ്ടെന്ന് പറഞ്ഞോ തന്നോട്? ആരും തടഞ്ഞതല്ല. സുദീപിനെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചുന്നാ? എന്തിന്? ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ വെച്ച് നടന്നൊരു ആക്സിഡന്റ്? അതില് ബാലുവിന് കുറച്ച് സീരിയസാ. ചിലപ്പോൾ അതിന്റെ എൻക്വയറി ആയിരിക്കും. എനിക്കിത് കേട്ടപ്പോ തന്നോടൊരു ഡയലോഗ് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ താൻ വേറെ എന്തെങ്കിലും ധരിക്കും. അതുകൊണ്ടാ. ഇനിയിപ്പോ ഈ വാക്കുകളൊക്കെ സിനിമാക്കാര് സെൻസർ ചെയ്യണ പോലെ സെൻസർ ചെയ്തല്ലേ പറയാൻ പറ്റൂ. അരുൺ സാർ പറയൂ. ഈ കർത്താവിനുള്ളത് കർത്താവിനും സീസറിനുള്ളത് സീസറിനെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇത് അവനവനുള്ളത് അവനവനെന്ന് കിട്ടും. കർത്താവ് വലിയവനോടോ. പിന്നെ അവിടെ വന്നത് കേരള പോലീസോ അതോ കർണാടക പോലീസോ? ഇവിടെ വന്നത് കേരള പോലീസാ. കർണാടക പോലീസും വരുമെന്നാ പറഞ്ഞത്. തന്നെ അവര് കണ്ടോടോ? ഇല്ല, എന്നോട് മാറി നിൽക്കാനാ സുദീപ് പറഞ്ഞത്. ആ, അത് നന്നായി. തന്നെ അവരെ കണ്ട പ്രശ്നമാണ്. ഇനി ആ പയ്യനെങ്ങാനും തീർന്നാ അങ്ങനാണെങ്കിൽ താൻ കുരുങ്ങൂലോ. എനിക്കൊന്നും അറിയില്ല സർ. അങ്ങനെ വരാതിരിക്കട്ടെ. ബാലു അവനൊരു പാവ. എനിക്ക് വേണ്ടിയാ. ശരിയേട്ടാ, അങ്ങനെ നടക്കാതിരിക്കട്ടെ. പിന്നെ ഇപ്പൊ വന്നത് കേരള പോലീസാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നമ്മുടെ സ്റ്റാഫിന് എന്തെങ്കിലും പറ്റിയ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ? ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാടോ. ഓക്കെ, ശരി സർ. ശരി എന്നാ. ഇന്ന് എത്ര അപ്പോയിന്റ്മെന്റ്? ഒരു 5-6 അപ്പോയിന്റ്മെന്റ് ഉണ്ട് സർ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് വിട്ടാൽ മതിട്ടാ. ഓക്കെ സർ. ഈ
ഫയലൊന്ന് നോക്കിയേ. ഡോ ആ നമ്മുടെ കൊരട്ടിയിലെ ശ്രീനിവാസനല്ലേ ആ ഹോട്ടലിന്റെ പ്ലാന് ഓക്കെ സർ. അങ്ങ് കൊണ്ടുവന്നേ. ശരി സർ. സുധി, ഇന്നലെ രാത്രി മുതലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. നീയല്ലേ പറഞ്ഞ എല്ലാ കാര്യം നോക്കിക്കോളാം, പ്രശ്നമില്ലെന്നോ? സാർ ഒരു ഒപ്പ് ഇതവിടെ. സാറ് വേണം അങ്ങോട്ടിരുന്നു. ആ സാർ ഇരിക്കണം.